സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം എന്നോട് കുറെ ആളുകൾ ഈ പരീക്ഷയെ ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു പരീക്ഷയുടെ ആദ്യഘട്ടം തൊട്ട് അവസാന ഘട്ടം വരെ എങ്ങനെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ, അതുപോലെ ഞാൻ എന്തൊക്കെ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്, ഇത് നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്നുള്ളതാണ് ഈ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സബ് ഇൻസ്പെക്ടർ പരീക്ഷ ഞാൻ ഏത് രീതിയിലാണ് അറ്റംപ്റ്റ് ചെയ്തത്, ഇനി അതിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ അത് അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്താതിരിക്കാനും, അതേപോലെ എങ്ങനെ നല്ലൊരു റാങ്കിലേക്ക്, ഒരു 100ന്റെ ഉള്ളിലുള്ള റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പരീക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ 2 റിട്ടൺ ടെസ്റ്റുകൾ ഉണ്ട്, അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ്, അതിനുശേഷം ഇന്റർവ്യൂ. ഇങ്ങനെ 4 ഘട്ടത്തിലാണ് സബ് ഇൻസ്പെക്ടർ എക്സാം നടക്കുന്നത്. ഇതിൽ തന്നെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് പ്രിലിമിനറി, പിന്നീട് മെയിൻസ് ആണ് വരുന്നത്, ദെൻ ഫിസിക്കൽ ടെസ്റ്റും ഇന്റർവ്യൂവും. സോ ഈ ഒരു വർഷത്തെ ഒരു പ്രിലിമിനറി ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു വർഷം പ്രിലിമിനറി എഴുതിയ ആളുകളല്ലെങ്കിൽ അടുത്ത വർഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിലിമിനറി എഴുതാൻ സാധിക്കും. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ കേരള PSC എല്ലാ വർഷവും സബ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാലാവധി, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമാക്കി ചുരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു 32 വയസ്സിന് താഴെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത വർഷം എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അടുത്ത വർഷമല്ല, ഈ വർഷം തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സോ അടുത്ത വർഷം നമുക്ക് പ്രിലിമിനറി എഴുതാം. ഇനി ഈ ഒരു വർഷം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രിലിമിനറി ഘട്ടം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 43 മാർക്കായിരുന്നു. നിങ്ങൾക്ക് മെയിൻസ് എഴുതാൻ ആവശ്യമായ മാർക്ക് 43 മാർക്കായിരുന്നു. എനിക്ക് 61 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് പ്രിലിമിനറി ഘട്ടം ക്ലിയർ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം മെയിൻസ് ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, എന്ത് പഠിക്കണം, എങ്ങനെയാണ്, കാരണം സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട്. ഇനി മെയിൻസിന്റെ സിലബസിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. മെയിൻസിന്റെ സിലബസ് എടുക്കുകയാണെങ്കിൽ അതിൽ 55 മാർക്കോളം വരുന്നത് സാധാരണ നമ്മൾ PSCക്ക്, പ്രിലിമിനറിക്കും LDCക്കും ഒക്കെ പഠിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഈ 3 സബ്ജക്റ്റുകളും 3 മാർക്ക് വീതമാണ് വരുന്നത്. സോ ഇത് നിങ്ങളുടെ പ്രിലിമിനറി ഘട്ടത്തിൽ തന്നെ നന്നായി പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ അധികം നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. ഇത് ചിലപ്പോൾ വളരെ ടഫായ ചോദ്യമായിരിക്കും, വളരെ ഈസി ആയ ചോദ്യമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ 3 മാർക്കിന്റെ വീതമുള്ള ഭാഗം, ടോട്ടൽ 9 മാർക്ക് ഇതിന് വരുന്നു. സോ അത് നിങ്ങൾ അധികം സ്ട്രെസ് ചെയ്ത് പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കും. പിന്നെ നമുക്ക് വരുന്നത് പബ്ലിക് ഹെൽത്ത്, ലൈഫ് സയൻസും പബ്ലിക് ഹെൽത്തും ആണ്. ഇതിന് 6 മാർക്കാണ് വരുന്നത്. സോ ഇതും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ PSC ഇത്തരം ചോദ്യങ്ങൾ പല ചോദ്യ പേപ്പറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നന്നായി പഠിച്ചിട്ട് ബയോളജിക്ക് അപ്പുറമായിട്ട് ഡിസീസസും അതുമായി റിലേറ്റഡ് ഉള്ള ടോപ്പിക്സും ഒക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഇനി പറയാനുള്ള 2 ടോപ്പിക്സ് എന്ന് പറയുന്നത് കേരള ഗവേണൻസും അതുപോലെ കറണ്ട് അഫെയറുമാണ്. രണ്ടും 5 മാർക്ക് വീതമാണ്. അപ്പൊ കറണ്ട് അഫെയർ ഒന്നും വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. 5 മാർക്ക് മാത്രമാണ് കറണ്ട് അഫെയറിന് വരുന്നത്. അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ നടത്തുക. അല്ലാണ്ട് റെയർ ഫാക്റ്റിന്റെ വഴിയെ പോയിട്ട് നിങ്ങളെ സമയം ഒരിക്കലും എന്ത് ചെയ്ത് കളയാൻ പാടില്ല. സ്ഥിരമായി ചോദിക്കുന്ന പാറ്റേൺ മനസ്സിലാക്കി മാത്രം കറണ്ട് അഫെയർ പ്രിപ്പയർ ചെയ്യുക. പിന്നെ കേരള ഗവേണൻസ് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, അത് പ്രിപ്പയർ ചെയ്യാം. സോ ഇത്തരത്തിൽ 3 മാർക്കിന്റെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഒരു സൈഡിലായി. പിന്നെ 5 മാർക്കിന്റെ വീതം കറണ്ട് അഫെയറും കേരള ഗവേണൻസും, അതിനുശേഷം വരുന്ന എന്താണ്, ഈ ഒരു ലൈഫ് സയൻസും പബ്ലിക് ഹെൽത്തും. ഇനി നമുക്ക് വരുന്ന 3 പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷയിലുള്ള 3 ഭാഗമാണ് നമ്മുടെ മാത്സ്, മെന്റൽ എബിലിറ്റി, അതേപോലെ ഇംഗ്ലീഷും മലയാളം. സോ ഇത് 30 മാർക്കാണ്. ഈ ഒരു 30 മാർക്ക് പരമാവധി സ്കോർ ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഇത് പലപ്പോഴും കുറച്ച് സീരിയസ് അല്ലാത്ത ആളുകൾക്കോ അല്ലെങ്കിൽ മാത്സോ ഇംഗ്ലീഷോ വീക്കുള്ള ആളുകൾക്കോ കുറച്ച് മാർക്ക് കുറയാം. അപ്പൊ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നന്നായി വർക്ക് ചെയ്താൽ ഈ 30 മാർക്കും എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അടിച്ചെടുക്കാം. സോ ഈ 30 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യത്തെ 55 മാർക്ക് നമ്മളിവിടെ മാറ്റി വെക്കുക. ഇനി നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് പോവാം. സ്പെഷ്യൽ ടോപ്പിക്ക് 45 മാർക്കാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് സൈക്കോളജിക്കാണ്, 10 മാർക്ക്. ഓക്കെ, സോ സൈക്കോളജി ഇനി ആദ്യം പഠിക്കണമെന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 7 മാർക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 7 മാർക്ക്. ഇതിൽ RTI ആക്ടിന്
പ്രത്യേകം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സിലബസ് പറയുന്നുണ്ട്. അതിൽ നിന്ന് 3 മാർക്കിന് വരും. സോ കോൺസ്റ്റിറ്റ്യൂഷനും RTIയും കൂടെ മൊത്തത്തിൽ 10 മാർക്ക്. അപ്പോൾ RTIന്റെ സെഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് സിലബസിൽ. അതൊക്കെ പഠിച്ചാൽ ഈസി ആയിട്ട് ആ 3 മാർക്ക് വാങ്ങിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു 10 മാർക്ക് അവിടെ ഉറപ്പിക്കാം. ഇനി പോലീസുകാരാണ് അല്ലെ, പോലീസുകാരാവാൻ പോകുന്ന ആളുകളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് CRPCയും IPCയും റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. 2ൽ നിന്നും 5 വീതം മാർക്കേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സ്പെഷ്യൽ ടോപ്പിക് കണ്ട് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിന് മുൻപ് പഠിച്ച പരീക്ഷകളിലൊക്കെ പഠിച്ച ടോപ്പിക്കുകൾ തന്നെയാണുള്ളത്. എക്സ്ട്രാ വരുന്നത് ഈ ഒരു CRPCയും IPCയും പ്ലസ് സൈക്കോളജിയും മാത്രമാണ്. ഇപ്പം ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് സൈക്കോളജി വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇനി അവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിക്കാം. നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ സൈക്കോളജിൻ്റെ നിങ്ങൾ റിസോഴ്സസ് തേടി പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ CRPC IPC എന്താണ്, 5 വീതം മാർക്കുകൾ വരുന്നുണ്ട്. അതിനുശേഷം വരുന്നത് ITയും സൈബർ ക്രൈംസും ആണ്. അത് ഒരു 10 മാർക്കിനുണ്ട്. പിന്നെ വരുന്നത് IT ആക്ട് ആണ്. IT ആക്ടും ഒരു 5 മാർക്കിനുണ്ട്. സോ അത് രണ്ടും കൂടി 15 മാർക്കാണ് വരുന്നത്. IT സൈബർ ലോ നമ്മൾ ഓൾറെഡി പല PSC പരീക്ഷകൾക്ക് മുന്നിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. IT ആക്ടും നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു കാര്യമല്ല, അതിൻ്റെ സെക്ഷൻസും കാര്യങ്ങളൊക്കെ. സോ അത് രണ്ടും കൂടി ഒരു 15 മാർക്ക്. സോ ഈ ഒരു സിലബസ് നല്ല രീതിയിൽ മൈൻഡിൽ ഉണ്ടാവണം. ഈ ഒരു സിലബസ് അനാലിസിസ് തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇനി റിട്ടൺ മാർക്ക്, ഈ ഒരു തവണത്തെ ഞാൻ എഴുതിയ വർഷത്തെ പരീക്ഷയിൽ റിട്ടൺ മാർക്ക് ടോപ്പ് വന്നത് 61ആണ്. സോ ഈ 61 മാർക്ക് എങ്ങനെ നമുക്ക് ഈ ഓരോ വിഷയങ്ങളിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി 61 മാർക്ക് എവിടെയൊക്കെ അടിച്ചെടുക്കാൻ പറ്റും, അതാണ് നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. സോ മെയിൻസ് ഘട്ടത്തിലേക്ക് വരുന്ന ആളുകൾ സിലബസ് നന്നായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി ഈ 3 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് IT സൈബർ ലോയിൽ എത്ര സ്കോർ ചെയ്യാൻ പറ്റും, ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. സോ 60 മാർക്ക്, 100 മാർക്ക് വേണ്ട ഒരു പരീക്ഷയല്ല ഇത്. സോ 60ലേക്ക് എത്താൻ 30 ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. മാത്സും മെന്റൽ എബിലിറ്റിയും ഇംഗ്ലീഷും മലയാളവും. ആ 30 ഉറപ്പിക്കാമല്ലോ. ബാക്കി 30ലേക്ക് നന്നായിട്ട് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിലബസ് അറിഞ്ഞ് പഠിക്കാം. സബ് ഇൻസ്പെക്ടർ പരീക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ സിലബസ് അറിഞ്ഞ് പഠിക്കുന്ന ഒരാളാണ് ടോപ്പ് 100ൽ വരിക. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു 60 മാർക്കിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ, നിങ്ങൾ ടോപ്പ് 100ൽ തീർച്ചയായിട്ടും വരും. സോ നിങ്ങളുടെ ലക്ഷ്യം ആ ഒരു 60 മാർക്കാണ്. സിലബസ് നന്നായി മനസ്സിലാക്കുക. സിലബസ് എടുത്ത് തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങിക്കാം. സിലബസ് എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അത് ഫോണിലായിക്കോട്ടെ, അല്ലെ പ്രിന്റ് എടുത്ത് തീർച്ചയായും കയ്യിൽ വെക്കണം. എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വേണ്ട സാധനമാണ് സിലബസ്. ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. സോ എപ്പോഴും സിലബസ് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. കഴിഞ്ഞ തവണ എനിക്ക് മെയിൻസ് പരീക്ഷ വന്നത് ഓഗസ്റ്റിലായിരുന്നു. ഓഗസ്റ്റ് 23-നായിരുന്നു ഇത് വന്നത്. സോ മെയിൻസ് കഴിഞ്ഞ് ഞാനൊരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തീരെ കോൺഫിഡൻ്റ് അല്ലായിരുന്നു ലിസ്റ്റിൽ വരും എന്നുള്ള കാര്യത്തിൽ. പക്ഷെ പിന്നീട് ഒരു ജനുവരിയിലാണ് ഞാൻ അറിയുന്നത് ഞാൻ ലിസ്റ്റിൽ വന്നെന്നും എനിക്ക് ഫിസിക്കൽ ടെസ്റ്റ് 2 ആഴ്ചയിലുള്ളിലാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത്. സോ ഫിസിക്കൽ ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ആകെ എന്തായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതിന് മുൻപ് ഒരു എക്സസൈസിൻ്റെ പരീക്ഷയ്ക്ക് ഞാൻ പോയിട്ട് ഞാൻ ഫെയിൽ ആയിട്ടുള്ളൊരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു വാശിയും ഉണ്ടായിരുന്നു, ഇതെങ്ങനെയെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. സോ ഞാൻ എല്ലാ ഐറ്റവും ചെയ്യാൻ പോയില്ല. കാരണം 8 ഐറ്റത്തിൽ 5 ഐറ്റം നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ ഫോക്കസ് ചെയ്തത് ലാസ്റ്റ് ഗേൾസിനുള്ളത് സ്കിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കിപ്പിംഗ്, ബോൾ ത്രോ, ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ആദ്യത്തെ 5 ഐറ്റത്തിൽ 2 എണ്ണം മിനിമം എന്ത് ചെയ്യണം, നമ്മൾ അച്ചീവ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവസാനത്തേക്കുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്കിപ്പിങ്ങും ബോൾ ത്രോയും ഷട്ടിൽ റൺ ഇത്തരം കാര്യങ്ങളൊക്കെ വരുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു, ലോങ് ജമ്പോ ഹൈ ജമ്പോ ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം. എനിക്ക് റണ്ണിങ്ങിൽ കോൺഫിഡൻസ് കുറച്ച് കുറവായിരുന്നു. സോ അത് കാരണം എക്സസൈസിൻ്റെ ഫിസിക്കൽ ഇതിന് മുൻപ് പോയ സമയത്ത് എനിക്ക് കാലിൽ മസിൽ കയറിയിട്ട് ഓടിയ സമയത്താണ് ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായത്. അതുകൊണ്ട് ഓട്ടം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. 100 മീറ്ററും 200 മീറ്ററും അങ്ങോട്ട് മാറ്റി വെച്ചു. ഷട്ടിൽ റൺ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഹൈ ജമ്പ് ചാടിയപ്പോലെ കുറേ ദിവസം നല്ല പെയിനൊക്കെ ആയിരുന്നു. സോ കാലിനും അതേപോലെ ഇത് വീഴുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്തൊക്കെ നല്ല വേദനയായിരുന്നു. അപ്പോൾ ഹൈ ജമ്പ് മാറ്റിയിട്ട് ഞാൻ പിന്നൊരു ഘട്ടത്തിൽ ലോങ് ജമ്പിലേക്ക് മാറി.
ലോങ് ജമ്പും കുറച്ച് റിസ്കി ആയിരുന്നു, കാരണം നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ, കാരണം എൻ്റെ കയ്യിലാകെ 2 ആഴ്ച മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ടും ഞാൻ ആ 2 ആഴ്ച നല്ല സ്പൈക്കൊക്കെ വാങ്ങി. സ്പൈക്ക് എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തു, ലോങ് ജമ്പിൽ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സ്പൈക്ക് വാങ്ങിയത്. അങ്ങനെ ഞാൻ ഫിസിക്കലിന് എനിക്ക് കോഴിക്കോട് തന്നെ ദേവഗിരി കോളേജിലായിരുന്നു, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പോയി. എന്നാലും എനിക്ക് ലോങ് ജമ്പ് 2ാമത്തെ ചട്ടത്തിലാണ് കിട്ടിയത്. പിന്നെ ഫസ്റ്റ് ഷോർട്ട് പുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആദ്യത്തെ 5 ആദ്യത്തെ 5 2 ഷോർട്ട് പുട്ടും ലോങ് ജമ്പും സെറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള 3 ഈ രീതിയിൽ സ്കിപ്പിങ്ങും അതേപോലെ നമ്മുടെ ഷട്ടിൽ റണ്ണും ഇതൊക്കെ ബോൾ ത്രോയും ഒക്കെ പിന്നെ ഈസി ആയിട്ട് എനിക്ക് കിട്ടി. സോ ഈ രീതിയിലായിരുന്നു ഞാൻ എൻ്റെ ഫിസിക്കലിൻ്റെ ആ ഒരു ഘട്ടം ഓവർകം ചെയ്തത്. ഇനി ഫിസിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് ഒക്കെ കുറച്ച് മാറി, എന്നാലും കുഴപ്പമില്ല. PSC ഉദ്യോഗസ്ഥരൊക്കെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അങ്ങനെ ലിസ്റ്റ് ഫിസിക്കൽ പാസ്സായ എല്ലാ ആളുകൾക്കും നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും ആഫ്റ്റർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ ഓക്കെ ആണെങ്കിൽ. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുകയാണ്. അപ്പോൾ വളരെ വലിയ രീതിയിലുള്ളൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ച്. അതൊന്നും വലിയൊരു രീതിയിൽ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാമായിരുന്നു, കാരണം ഞാൻ മെയിൻസ് ഘട്ടത്തിൽ അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ ചെയ്തില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു പ്രിപ്പറേഷൻ ചെയ്തത്. അതുകൊണ്ട് വലിയൊരു മാർക്കിലേക്കൊന്നും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിൽ എൻ്റെ ടെൻഷനുള്ളത് വളരെ കാമായിട്ടാണ് പോയത്. എൻ്റെ ഹോബിയായിട്ട് ഞാനൊരു യൂട്യൂബ് ബ്ലോഗർ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ഇൻ്റർവ്യൂവർ അതിനെ പറ്റിയൊക്കെ എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾ കുറേ ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ടല്ലേ, PSCക്ക് പാര തരാൻ വേണ്ടിയിട്ടാണോ അവിടെ ഇരിക്കുന്നത്, അങ്ങനെ വളരെ ഫണ്ണിയായിട്ടൊക്കെ അവർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റി. നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് 13 മാർക്ക് കിട്ടുകയും ചെയ്തു. അത് വളരെ സന്തോഷം. അവസാനം വരുമ്പം പോലീസായിട്ട് വരും എന്ന് വരെ അവർ പറയുകയും ചെയ്തു. സോ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഘട്ടങ്ങളിലൂടെ പ്രിലിംസ് ഘട്ടം, അതുപോലെ മെയിൻസ് ഘട്ടം, ഫിസിക്കൽ, അതേപോലെ ഇൻ്റർവ്യൂ, ഈ 4 ഘട്ടത്തിൽ കൂടി ഈ രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സബ് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആളുകൾക്ക് സംശയങ്ങളുണ്ട്. പലരുടെയും ഒരു ഡ്രീം ജോബാണ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സോ ആ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതിൽ എനിക്കും എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ആണെന്ന് ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. സോ സ്ട്രാറ്റജിയിലൂടെ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇതൊരു ബാലികേറ മലയൊന്നും അല്ല. നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു 60 മാർക്കാണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു മാർക്കിലേക്ക് സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് വാങ്ങാനും, അതുപോലെ അതിൻ്റെ അടുത്ത ഘട്ടങ്ങൾ നന്നായി പെർഫോം ചെയ്തിട്ട് ഒരു സബ് ഇൻസ്പെക്ടർ ആവാൻ നിങ്ങൾക്കും സാധിക്കും. ഓൾ ദ ബെസ്റ്റ്.